ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. പണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണി. അതാണ് ഇപ്പോൾ ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് ഇന്നലെ ഇസ്രയേലിന് നേരെ കനത്ത ആക്രമണവുമായി വീണ്ടും യമൻ രംഗത്തെത്തിയത്. ടെൽ അവീവിലടക്കം കനത്ത മിസൈൽ ആക്രമണമാണ് യമൻ നടത്തിയത്. യമനിൽ നിന്നുള്ള റോക്കറ്റുകളെ ഭയന്ന ഇസ്രയേൽ ജനങ്ങൾ ബങ്കറിലും മറ്റും ഒളിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇസ്രയേലിലെ ജനങ്ങൾക്ക് യമന്റെ ആക്രമണം കാരണം പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രവുമല്ല, ഇന്നലെയും ഇന്നുമായി യമന്റെ ആക്രമണത്തിൽ കനത്ത നഷ്ടമാണ് ഇസ്രയേലിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ഇസ്രയേലിലെ പ്രധാന നഗരമായ ടെൽ അവീവിൽ നിരവധി സർക്കാർ സ്ഥാപനങ്ങളടക്കം മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നതാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. ഇസ്രയേൽ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ യമൻ മിസൈൽ ലക്ഷ്യമിട്ടതിനെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾ മാത്രം തന്നെ വളരെ വലുതാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 94 വിമാനങ്ങൾ ഇന്നലെ മാത്രം റദ്ദാക്കി. ഇത് ഒരു വിമാനത്താവളത്തിലെ മൊത്തം വിമാനങ്ങളുടെ 23%ത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യമന്റെ ശക്തമായ മിസൈൽ ആക്രമണം കാരണം 203 വിമാനങ്ങളിൽ 151 വിമാനങ്ങൾക്ക് കാലതാമസമുണ്ടായി. ഇത് വിമാനങ്ങളുടെ ശരാശരി 74%ത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കമ്പനികൾ വിമുഖത കാണിക്കുന്നതിനാൽ വ്യോമയാന മേഖല നഷ്ടം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേൽ വ്യോമ വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. ഗ്രീക്ക് വിമാന കമ്പനിയായ ഈജിയൻ മെയ് 16 വരെ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ലുഫ്താൻസ ഗ്രൂപ്പ് ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. ഐറിഷ് വിമാന കമ്പനിയായ റയാൻ എയർ മെയ് 21 വരെ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇത്രയും സർവീസുകൾ റദ്ദാക്കുന്നതിലൂടെ ചില്ലറ നഷ്ടങ്ങളൊന്നുമല്ല ഇസ്രയേലിന് ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രയേലിന്റെ സാമ്പത്തിക മേഖല തന്നെ ആകെ തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മാത്രവുമല്ല, ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളുടെ എയർ ഇൻഷുറൻസ് ഫീസ് വർദ്ധിച്ചതിനാൽ ടിക്കറ്റ് നിരക്കിൽ 25% വർധനമുണ്ടായി. വേനൽക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് വിദേശ കമ്പനികൾ ഇസ്രയേലിലേക്ക് മടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഹീബ്രു പത്രമായ മാരിയു വെളിപ്പെടുത്തി. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലെ ബോംബാക്രമണം മൂലം ഇസ്രയേലിന്റെ ടൂറിസം മേഖല 15 മുതൽ 20% വരെ നഷ്ടം രേഖപ്പെടുത്തി തുടരുകയാണ്. ടൂറിസ്റ്റ് സീസൺ അവസാനിക്കുന്നതുവരെ ഈ നഷ്ടം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.